വെങ്കിട്ടരാമൻ പ്രതിയായ KM ബഷീറിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസ് അട്ടിമറിക്കാൻ വീണ്ടും നീക്കമെന്ന് പരാതി. മുന്നറിയിപ്പൊന്നുമില്ലാതെ പ്രോസിക്യൂട്ടർ കേസിൽ നിന്ന് ഒഴിവായി. മറ്റന്നാൾ വിചാരണ തുടങ്ങാനിരിക്കെയാണ് അപ്രതീക്ഷിത നീക്കം. നിയമ നടപടിക്കൊരുങ്ങുകയാണ് ബന്ധുക്കൾ. പ്രതികരണം കാണാം. തുടക്കം മുതൽ ആശങ്കയാണ്. ഇതുവരെയും പ്രതിഭാഗം വിചാരിക്കുന്ന നിലയിലാണ് കോടതി നടപടികൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷം ഏപ്രിൽ മാസം 16-ാം തീയതി കേസ് ഷെഡ്യൂൾ ചെയ്തിരുന്നതാണ്. അന്ന് പ്രോസിക്യൂഷന് വേണ്ടി ഹാജരായത് അഡ്വക്കേറ്റ് പ്രവീൺ കുമാറാണ്, ഗവൺമെൻറ് പ്ലീഡർ. അദ്ദേഹമാണ് കേസ് മാറ്റം ആവശ്യപ്പെട്ടത്. അത് കഴിഞ്ഞ് അടുത്ത് ഷെഡ്യൂൾ ചെയ്തത് ഓഗസ്റ്റ് മാസം 1-ാം തീയതി, മറ്റന്നാളത്തേക്ക് കേസിരിക്കുകയാണ്. ഇപ്പോൾ പെട്ടെന്ന് അറിയുന്നത് അയാൾ സ്വയം ഒഴിഞ്ഞുകൊണ്ട് മറ്റൊരു പ്രോസിക്യൂട്ടറെ ചുമതല ഏൽപ്പിച്ചു എന്നാണ്. പ്രോസിക്യൂട്ടറെ മാറ്റാനുള്ള വ്യവസ്ഥാപിത മാർഗങ്ങളുണ്ട്. ജില്ലാ കളക്ടർ അറിയണം, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് അറിയണം. അങ്ങനെ വ്യവസ്ഥാപിത മാർഗത്തിലല്ലാതെ മറ്റെന്തോ കൂലിത്തൊഴിലാളികളെ മാറ്റും പോലെ പ്രോസിക്യൂട്ടറെ മാറ്റി എന്ന് പറയുന്നു. ഇത് മൊത്തത്തിൽ കേസ് അട്ടിമറിക്കാനുള്ള വളരെ ആസൂത്രിതമായ നീക്കമായി ഞങ്ങൾ ആശങ്കപ്പെടുകയാണ്. കൂടുതൽ വിവരങ്ങളിലേക്ക് കടക്കാം. വിവരങ്ങളുമായി അനിൽ ഇമാനുവലാണ് ചേരുന്നത്. അനിൽ ഇമാനുവൽ, സമൂഹത്തിൽ ഉന്നതനായിട്ടുള്ള ഒരാൾ ഒരു കേസിൽ പെട്ടാൽ ആ കേസ് ഏതൊക്കെ തരത്തിൽ അട്ടിമറി നടക്കും അതിലെന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് ശ്രീറാം വെങ്കിട്ടരാമൻ പ്രതിയായിട്ടുള്ള ഒരു കേസ്. ഇപ്പോൾ തന്നെ ഇതിന്റെ ചട്ടങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ആ പരാതിക്കാരൻ, അതായത് ഒരു പ്രോസിക്യൂട്ടറെ മാറ്റണമെങ്കിൽ ആഭ്യന്തര വകുപ്പോ ജില്ലാ കളക്ടറോ ആണ് അതിൽ തീരുമാനമെടുക്കേണ്ടത്. പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു പ്രോസിക്യൂട്ടർ ഒഴിയുന്നതും മറ്റ് തീരുമാനങ്ങളൊക്കെ ഉണ്ടാകുന്നതും? എന്താണ് ഈ കേസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? റോഷ്നി, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു മുന്നറിയിപ്പുമില്ലാതെ പ്രോസിക്യൂട്ടർ സ്വയം ഒഴിയുന്നു. അതായത് പ്രോസിക്യൂട്ടർ സ്ഥാനം ഒഴിയുകയല്ല, അയാൾ രാജിവെച്ച് പോവുകയല്ല, ഈ കേസിൽ നിന്ന് പ്രോസിക്യൂട്ടർ ഒഴിവാകുന്നു. അതെന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല. നമ്മൾ ആദ്യം പറയേണ്ട കാര്യം, ഇത് 2019 ഓഗസ്റ്റ് 3-നാണ് KM ബഷീർ പുലർച്ചെ ഈ ശ്രീറാം വെങ്കിട്ടരാമൻ ഓടിച്ച വാഹനം ഇടിച്ചു മരിക്കുന്നത്. കൃത്യം 7 വർഷം ആകുന്നു ഈ ഏതാനും ദിവസങ്ങൾ കൊണ്ട്. ഈ നീണ്ട കാലയളവിനിടെ പോലും വിചാരണ തുടങ്ങി വെക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് ഇത്തരം അട്ടിമറി നീക്കം പോലും ഉണ്ടാകുന്ന ഇവർ സംശയിക്കുന്നത്. അതായത് ഇതേ പ്രോസിക്യൂട്ടർ തന്നെയാണ് ഇതിന് മുൻപ് ഈ കേസ് പരിഗണിക്കാനായി വെച്ചിരുന്ന കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ്. അപ്പോൾ അത് നീട്ടിവെക്കണം, വീണ്ടും സമയം നീട്ടിവെക്കണം എന്ന് ആവശ്യപ്പെട്ട ഇതേ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് പ്രവീൺ കുമാർ, അദ്ദേഹം തന്നെയാണ് അന്ന് ആവശ്യപ്പെട്ടത്. അത് പ്രകാരമാണ് മറ്റന്നാളത്തേക്ക് വിചാരണ തുടങ്ങാനായി വെക്കുന്നത്. അപ്പോഴാണ് അദ്ദേഹം ഒഴിയുന്നത്. ഇതിലേറ്റവും പ്രധാനം, ഒരു പ്രോസിക്യൂട്ടറെ മാറ്റുന്നതോ അല്ലെങ്കിൽ അദ്ദേഹം ഒഴിയുന്നതോ പുതിയ കാര്യമൊന്നുമല്ല. അത് അസ്വാഭാവികത ഉണ്ടാകേണ്ട കാര്യമില്ല. പക്ഷേ പ്രത്യേകിച്ച് കാരണം ഒന്നും അറിയിക്കാതെ ഇങ്ങനെ അദ്ദേഹം തന്നെ അപ്പിയർ ചെയ്ത് വീണ്ടും ഡേറ്റ് നീട്ടിവെച്ച ശേഷം അദ്ദേഹം ഒഴിയുന്നു എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ വിവരം അറിഞ്ഞ് ഞാൻ അന്വേഷിക്കാൻ ശ്രമിക്കും, അതിന്റെ വ്യക്തിപരമായ അനുഭവമാണ്. അന്വേഷിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതേ പ്രോസിക്യൂട്ടറെ വിളിക്കുമ്പോൾ താൻ ഒഴിഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം എന്നോട് പറയുന്നത്. പക്ഷേ അത് ശരിയല്ല എന്ന് വീണ്ടും പുതിയ പ്രോസിക്യൂട്ടറായി വന്ന BS രാജേഷ് എന്നയാളെ അല്പം മുമ്പ് ഞാൻ ഫോണിൽ വിളിക്കുന്നു. അദ്ദേഹം സ്ഥിരീകരിച്ചു, അദ്ദേഹമാണ് ഇനി ഈ കേസ് നടത്തുക എന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചു. അതുകൂടാതെ പോലീസിനും ഇൻഫർമേഷൻ ലഭിച്ചിരിക്കുന്നത് BS രാജേഷാണ് വരിക. അപ്പോൾ താൻ ഒഴിഞ്ഞു എന്നുള്ള വിവരം പോലെ സ്ഥിരീകരിക്കാനോ അത് നിഷേധിക്കാൻ അദ്ദേഹം ഒരുങ്ങുന്നത് എന്തുകൊണ്ടാണ് എന്നുകൂടി ആലോചിക്കുമ്പോൾ തീർച്ചയായും പരാതിക്കാർ ഉന്നയിക്കുന്നത് പോലുള്ള ദുരൂഹത ഈ വിഷയത്തിൽ ഉണ്ട് എന്ന് തന്നെ അനുമാനിക്കാം. മറ്റന്നാൾ ഇനി കേസിന്റെ കാര്യത്തിൽ ഇപ്പോൾ വന്നിരിക്കുന്ന പുതിയ പ്രോസിക്യൂട്ടർ ഒക്കെ പരിചയക്കുറവുണ്ട് എന്നിവർ ഈ പരാതിക്കാർ സംശയിക്കുന്നുണ്ട്. ഏതാണ്ട് 2023 മാത്രം അദ്ദേഹം പ്രോസിക്യൂട്ടറായി ജോലി തുടങ്ങുന്നത്. അതുകൊണ്ട് മാത്രമല്ല, പ്രധാനപ്പെട്ട കേസിൽ കൈകാര്യം ചെയ്തുള്ള പ്രവൃത്തി പരിചയം വേണം. ഇത്തരം കാര്യങ്ങളിലൊക്കെ അവർ ആശങ്കപ്പെടുന്നുണ്ട്. എങ്ങനെയൊക്കെ നോക്കിയാലും ഇത് നമുക്കറിയാം, സുപ്രീം കോടതി വരെ പോയി ശ്രീറാം വെങ്കിട്ടരാമൻ ഈ കേസിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചതാണ്. അതുപോലും നടക്കാതെ 2023 സുപ്രീം കോടതി ഹർജി തള്ളിയതാണ്. അതിനുശേഷം 2024 വിചാരണ തുടങ്ങാനായി 2024 ഡിസംബറിൽ വിചാരണ തുടങ്ങാനായി 95 സാക്ഷികൾക്ക് നോട്ടീസ് അയച്ച ശേഷമാണ് പ്രതിഭാഗം ഈ കേസ് വീണ്ടും മാറ്റിവെപ്പിക്കുന്നത്. അന്ന് ഉന്നയിച്ച കാരണം പ്രതിക്ക് വേണ്ടി ശ്രീറാം വെങ്കിട്ടരാമന് വേണ്ടി ഹാജരാകുന്ന മുതിർന്ന അഭിഭാഷകന് മുകളിലേക്ക് നടന്നു കയറാൻ കഴിയാത്തതുകൊണ്ട് താഴത്തെ നിലയിലുള്ള ഒരു കോടതി വേണമെന്ന് ആവശ്യപ്പെട്ടു. അതും ഈ വർഷം ജനുവരിയിൽ കോടതി അംഗീകരിച്ച് ഉത്തരവിറക്കിയിരുന്നു. അത് പ്രകാരമുള്ള ഫയലുകളും ജനുവരിയിൽ തന്നെ പുതിയ കോടതിയിലേക്ക് മാറ്റി കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ പറയുന്ന പ്രവീൺ കുമാർ എന്ന പ്രോസിക്യൂട്ടർ വന്നിട്ട് വീണ്ടും തീയതി മാറ്റാൻ ഏപ്രിലിൽ ആവശ്യപ്പെട്ട് ഈ ഓഗസ്റ്റിലെ മറ്റന്നാളത്തേക്ക് വെക്കുന്നത്. അതാണിപ്പോൾ ആ പ്രോസിക്യൂട്ടറാണ് മുന്നറിയിപ്പൊന്നുമില്ലാതെ ഒഴിയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ കുടുംബ ദുരൂഹത ആരോപിക്കുന്നത്. ഏത് തരത്തിൽ നീങ്ങണം എന്നുള്ള കാര്യത്തിൽ ആലോചനയിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ടവർ. ഇതിലെ ഒന്നാം സാക്ഷി, അതായത് ഡിഫാക്ടോ കംപ്ലൈന്റന്റ് ആണ് ഈ കാര്യം നമ്മുടെ മുമ്പിൽ ഉന്നയിച്ചിരിക്കുന്നത്. അവർ അടുത്ത നടപടികളെ കുറിച്ച് ഇപ്പോൾ ആലോചിച്ചു തുടങ്ങിയിരിക്കുന്നു. റോഷ്നി, യെസ്, വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ് അനിൽ ഇമാനുവൽ പങ്കുവച്ചിട്ടുള്ളത്. അതായത് ഒരു IAS ഉദ്യോഗസ്ഥൻ മദ്യപിച്ച് കാർ ഓടിച്ച ഒരു മാധ്യമ തൊഴിലാളിയെ കൊന്നിട്ടുള്ള ഒരു കേസാണിത്. അതിന്റെ തുടക്കം മുതൽ അട്ടിമറികളാണെന്നുള്ളത് ഏതൊരു സാധാരണക്കാരനും വിരൽ ചൂണ്ടുന്ന ഒരു വലിയ ഗൗരവതരമായിട്ടുള്ള ഒരു വിഷയമാണ്. അതിലിപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അത് പ്രോസിക്യൂട്ടർ മാറിയിരിക്കുകയാണ്. പ്രോസിക്യൂട്ടറെ മാറ്റുക എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിന്റെയും ജില്ലാ കളക്ടറുടെയും ഒക്കെ ചുമതലയാണ്. അതൊന്നുമില്ലാതെ ഒരാൾ ഒഴിഞ്ഞു പോകുന്നു, പിന്നീട് ഒരാളെ ആ സ്ഥാനത്തിരുത്തുന്നു. അയാൾക്ക് പ്രമാദമായ കേസുകളൊന്നും ചെയ്തു പരിചയമില്ല എന്നുള്ളൊരു പരാതി കൂടി ഉയരുന്ന ഘട്ടമാണ്.